ഇമോട്രാഡ് ടിറക്സ് എയർ. തീർച്ചയായിട്ടും നമ്പർ 1 റാങ്കിങ്ങിലേക്ക് കൊടുക്കാവുന്ന ഒരു 38,000 രൂപയ്ക്ക് താഴെ വരുന്ന ഇലക്ട്രിക് സൈക്കിളുകളിൽ നമുക്ക് നമ്പർ 1 റാങ്കിങ് കൊടുക്കാവുന്ന വണ്ടിയാണ്. അതിന്റെ കാരണം 7 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന 27ഉം 29ഉം വീൽ സൈസ് ഉള്ള പിന്നെ 5 പെഡൽ അസിസ്റ്റ് വരുന്ന 10.2 AH ബാറ്ററി, അതായത് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ടിറക്സ് എയർ. അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ആ ഒരു എമൗണ്ടിൽ, ആ ഒരു ബഡ്ജറ്റിൽ പരിഗണിക്കാവുന്ന വണ്ടിയാണ് ടിറക്സ് എയർ. ഇതിന്റെ നെഗറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അധികം നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഒരു ഫുൾ കവർ മഡ് ഗാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് വേറൊരു മോഡൽ വരുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പരിഗണിക്കാവുന്ന ഒരു ബെറ്റർ മോഡൽ തന്നെയാണ് ടിറക്സ് എയർ. സ്നെൽ ഈവലോ A2. സെക്കൻഡ് റാങ്കിങ് കൊടുക്കാം. 35,000 രൂപയ്ക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ്. അലോയ് ഫ്രെയിമാണ് വരുന്നത്. നമുക്ക് 3 പെഡൽ അസിസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാമ്പ് വരുന്നുണ്ട്. നെഗറ്റീവ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി 7.8 AH ആണ്, ഗിയർ വരുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ളത്. ഇമോട്രാഡ് ലെജൻഡ്. തീർച്ചയായിട്ടും തേർഡ് പൊസിഷൻ കൊടുക്കാവുന്ന ഒരു വണ്ടിയാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫുൾ കവർ മഡ് ഗാർഡ് വരുന്നുണ്ട്, നമുക്ക് ലൈറ്റും ഹോണും ഇൻബിൽട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. അണ്ടർ 30,000 ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള 5 പെഡൽ അസിസ്റ്റ് ഉള്ള വേറൊരു വണ്ടിയില്ല. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മൈലേജ് കുറവാണ്. 7.8 ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. അപ്പം കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററിയും കൂടെ വരികയാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടിയായി മാറും. ഇമോട്ടോറാഡ് X2. നമുക്ക് 4th റാങ്കിങ് കൊടുക്കാം. ഇതിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് 5 പെഡൽ അസിസ്റ്റ് മോഡ് അതിനകത്ത് വരുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് 7.8 AH ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ മൈലേജ് കുറച്ച് കുറവായിരിക്കും. അണ്ടർ 30,000 നമുക്കൊരു 4th റാങ്കിങ് കൊടുക്കാം. ഇമോട്രാഡ് X1. 5th റാങ്കിങ് കൊടുക്കാം. ഇതിന്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് സൈക്കിൾ X1. അതിന്റെ നെഗറ്റീവ്സ് മെയിനായിട്ട് വരുന്നത് പെഡൽ അസിസ്റ്റ്, സിംഗിൾ മോഡ് പെഡൽ അസിസ്റ്റും പിന്നെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സും മാത്രമേ വരുന്നുള്ളൂ. ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നില്ല.